നമുക്ക് ഒരു പൈൽ റീഡിംഗ് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ആദ്യം അവരുടെ മനസ്സിൽ വരുന്നതെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കും. നമുക്ക് 2 പൈൽസ് എടുക്കാം. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഈ 2 പൈൽസിൽ നിന്ന് ഒരു പൈൽ നിങ്ങളുടെ പേഴ്സണെ കൂടി വിചാരിച്ച് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പൈലിലേക്ക് പോവാം. ഫസ്റ്റ് പൈൽ ഹോപ്പാണ്. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. ഒരുപക്ഷെ നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്റ്റ് ഓൺ ആൻഡ് ഓഫിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊരു നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കൈവിട്ട് കളയരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൈൽ 2 ചൂസ് ചെയ്തവർക്ക് എന്താണ് വന്നിട്ടുള്ളത് നോക്കാം. റെസിപ്രോസിറ്റി ആണ്. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളോടൊപ്പം കറൻറ്റ്ലി റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്ട്രോങ് ബോണ്ടിങ്, അതുപോലെ തന്നെ അവരുമായിട്ട് സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക.